നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ദിവസത്തിന്റെ വലിയൊരു പങ്ക് മൊബൈൽ ഫോണിലാണ് ചിലവാകുന്നത്. കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴും സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുമ്പോഴും ശ്രദ്ധ പലപ്പോഴും മൊബൈലിലെ സ്ക്രീനുകളിലാകും. സമയം ഇങ്ങനെ കടന്നു പോകുന്നതും ചുറ്റുപാടിൽ എന്ത് നടക്കുന്നുവെന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ അവസ്ഥയാണ് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യവുമില്ലാതെ റീലുകളും വീഡിയോകളും തുടർച്ചയായി സ്ക്രോൾ ചെയ്യുമ്പോൾ തലച്ചോറിൽ ഡോപാമൈൻ എന്ന ഹോർമോൺ രൂപപ്പെടുന്നു. ഇത് സന്തോഷം നൽകുന്ന രാസവസ്തുവാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുവാനുള്ള താല്പര്യമുണ്ടാകും. പതിവായി ഇങ്ങനെ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സന്തോഷം പോലും കുറയുവാൻ തുടങ്ങും. ഇത് നമ്മുടെ ഏകാഗ്രതയെയും മാനസികാവസ്ഥയെയും വരെ ബാധിക്കാം. ദീർഘസമയം മൊബൈലിൽ ചെലവഴിക്കുന്നത് മാനസിക തളർച്ചയ്ക്ക് കാരണമാകും. ഇത് പലരിലും ഉത്കണ്ഠയും വിഷാദ ലക്ഷണങ്ങളും രൂപപ്പെടുത്തുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അസഹിഷ്ണുതയും പ്രകോപിത സ്വഭാവവും ഇതിലൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗിക്കുന്നത് ഉറക്കശീലത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന വെളിച്ചവും തുടർച്ചയായുള്ള ഉള്ളടക്കവും തലച്ചോറിനെ ഉണർന്ന നിലയിൽ തുടരുവാൻ പ്രേരിപ്പിക്കുന്നു. ഇതോടെ ഉറക്കക്കുറവും ഓർമ്മശക്തിയിലെ കുറവും മാനസികാവസ്ഥയിലെ മാറ്റങ്ങളും ഉണ്ടാകാം. കുട്ടികളിൽ ഇതിന്റെ പ്രത്യാഘാതം കൂടുതൽ ഗുരുതരമാണ്. വ്യത്യസ്ത തരം വീഡിയോകൾ അധികമായി കാണുന്ന കുട്ടികളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കാണപ്പെടാൻ തുടങ്ങും. ഫോൺ തിരികെ ചോദിച്ചാൽ അക്രമാസക്തമായി പ്രതികരിക്കുന്ന പ്രവണത ഇതിന്റെ ഭാഗമാണ്. മൈൻഡ്ലെസ് സ്ക്രോളിംഗ് നമ്മൾ അറിയാതെ രൂപപ്പെടുന്ന ഒരു ശീലമാണ്. പക്ഷെ അതിനെ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദിവസേന ഫോൺ ഉപയോഗത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഓഫ്ലൈൻ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം മാറ്റിവെക്കുകയും ചെയ്താൽ ഈ ശീലം ക്രമേണ കുറയ്ക്കുവാൻ സാധിക്കും.